നമസ്കാരം മാഷെ. നമസ്കാരം. ചോദിക്കാം നേരെ. നമ്മുടെ മനസ്സും സ്വപ്നവും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളുടെ പ്രതിബിംബമാണ്. നിങ്ങൾക്ക് എന്തോ ഒരു ആഗ്രഹം നിങ്ങളുടെ ബോധ മനസ്സിലോ ഉപബോധ മനസ്സിലോ ഉണ്ടാവും. അത് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്തത് പോയത് കൊണ്ട് വല്ലാണ്ട് സപ്രസ് ചെയ്തിട്ടുള്ള ഒരു വികാരം, ഒരു ചിന്ത, നമ്മൾ ചുറ്റും കാണുന്ന ഡെയിലി കാണുന്ന പല കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്ത്, ഈ ആഗ്രഹങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ സ്വപ്നങ്ങൾ. പലതും എല്ലാം എന്ന് പറയുന്നില്ല. ഒരാൾ ഉറങ്ങുന്നത് മുതൽ ഉണരുന്നത് വരെ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾ കണ്ടു എന്ന് വരാം. ആയിരക്കണക്കിന് സ്വപ്നങ്ങൾ. ഒരു 4 മണിക്കൂറിൽ 4 സെക്കൻഡ് മുതൽ 4 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ നീണ്ട സ്വപ്നങ്ങൾ ഉണ്ടാവും. അതിൽ വളരെ വളരെ ചെറുതായിട്ട് ഒന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ വളരെ നീണ്ട ചില സ്വപ്നങ്ങളും ഓർമ്മയിൽ ഉണ്ടാവില്ല. അതിനിടയിൽ എപ്പോഴെങ്കിലും ജാഗ്രത് സ്വപ്ന സുഷുപ്തി, ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വപ്നത്തിലെത്തി പൂർണ്ണ ഗാഠനിദ്രയിലെത്തുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ് സ്വപ്നം. സ്വപ്നത്തിൽ ശരിക്കും നമ്മൾ ഉറങ്ങുന്നില്ല. ഉറക്കം വരുന്ന അല്ലെങ്കിൽ ഉറങ്ങിത്തീർന്ന ഒരവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഉറക്ക ഇല്ലായ്മയുടെ ഒരവസ്ഥയിലാണ് സ്വപ്നം. പൂർണ്ണ ഗാഠനിദ്രയില് സുഷുപ്തിയിലെത്തിയാൽ പിന്നെ സ്വപ്നമില്ല. അപ്പൊ ഉപബോധ മനസ്സിലുള്ള ചില ആഗ്രഹങ്ങൾ നമ്മുടെ ആത്മാവുമായിട്ട് സങ്കലനം ചെയ്ത് പണ്ട് കണ്ടിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് കാണുക. ഇപ്പൊ നമ്മളൊരു സ്ഥലം വരെ പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ ഇന്നാളും കൂടി വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ ആളെയും കൂട്ടി അവിടെ പോയിട്ടും ഉണ്ടാവില്ല, ഇയാൾ ആ സ്ഥലം അറിയണുണ്ടാവില്ല. ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്വപ്നത്തിൽ നമുക്ക് വരാം. അത് പല തരത്തിലും കാണും. ഇപ്പം എനിക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട്, അതൊന്നും നടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണുന്ന വ്യത്യസ്തമായ തരത്തിലായിരിക്കും. എൻ്റെ വീട് ഒരു 3, അല്ലെങ്കിൽ ഞാൻ ഇന്ന് കണ്ടിട്ടുള്ള ബിൽഡിംഗ് ഒരു 13 നില കെട്ടിടാന്ന് വിചാരിക്കാം. ഇപ്പുറത്ത് നിൽക്കുന്ന ആള് ആ ബിൽഡിങ്ങിന്റെ മുകളിലൂടെ ചാടി അപ്പുറത്തെത്തുന്നതൊക്കെ സ്വപ്നത്തിൽ കാണും. ഇതൊരാഗ്രഹമാണ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ആഗ്രഹമുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം, വലിയ പൊസിഷനിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അത് സിംബോളിക്കലി കാണിക്കാൻ വേറെ തരത്തിലായിരിക്കും. അതുകൊണ്ട് സ്വപ്നത്തിന്റെ ഭാഷ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് ഒരു കോഡിഫൈഡ് വേർഷൻ പോലെ നമുക്ക് പലതരത്തിലും പലരും ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും ചിലപ്പോൾ നമ്മുടെ സ്വപ്നത്തിൽ ഞാൻ ചെയ്യുന്നതായിട്ടൊക്കെ കാണും. ഇങ്ങനെ പലതും മിക്സ് ആയിട്ട് കാണും, മിക്സ് ആൻഡ് മാച്ച് ആയിട്ട്. അതുകൊണ്ട് ആഗ്രഹങ്ങള്, സഫലീകരിക്കാത്ത ആഗ്രഹങ്ങള്, എൻ്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്നത് ചിലപ്പോൾ വെളിയിൽ വരുന്നതാണ് സ്വപ്നം. നമ്മൾ അറിയണമെന്നില്ല. അത് ബോധ മനസ്സിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഉപബോധ മനസ്സിലാണെങ്കിൽ ചിലപ്പം അറിയാതെയാണ് പുറത്തു വരിക. മ്യൂട്ടറ്റ് ആണ് ശുഭ, മ്യൂട്ടറ്റ് ആണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇപ്പം വിഷമമാണോന്നില്ല, പക്ഷെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവുകയോ അല്ലെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ദിവസങ്ങളിലോ ഇങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് സ്വപ്നം കാണുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില സംഭവങ്ങൾ ഇങ്ങനെ ചില സാഹചര്യം അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ കാണുന്ന സമയത്ത് ഇത് എപ്പോഴോ സ്വപ്നത്തിൽ കണ്ടതാണല്ലോ, അങ്ങനെ ഒരു റിലേഷൻ ചില കാര്യങ്ങളിൽ ഫീൽ ചെയ്യാറുണ്ട്. ഈ കുറെ യാത്ര ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആയിരിക്കും ചിലപ്പോൾ നമ്പർ 1. നമ്പർ 2, മുമ്പ് സ്വപ്നത്തിലായിരിക്കില്ല കണ്ടിട്ടുണ്ടാവുക. ചിലപ്പം സ്വപ്നത്തിലും കണ്ടത് റിപ്പീറ്റ് ചെയ്യും. എനിക്കൊക്കെ സ്വപ്നം റിപ്പീറ്റ് ചെയ്യാൻ പറ്റും വേണമെന്നുള്ള പോലെ. ഐ ക്യാൻ കൺട്രോൾ മൈ ഡ്രീം എന്നാണ്. ഇന്നലെ കണ്ടതിന്റെ ബാക്കി ഇന്ന് കാണണമെന്ന് വിചാരിച്ചത് മാത്രം ആലോചിച്ച് കിടന്നാൽ ഇന്ന് അതും കൂടി കാണാൻ പറ്റും. അപ്പൊ അതൊരു നമ്മുടെ ഇന്നർ കോൺഷ്യസ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുമാണ് ചിലപ്പോഴൊക്കെ സ്വപ്നം. ഗുഡ്. യാ. ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള, സ്വപ്നത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംശയമാണ്. ഇപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇന്നെ കാണുന്നത് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിനോട് റിലേറ്റഡ് ആവില്ല, യാതൊരു ബന്ധമില്ലാത്തവർക്കായിരിക്കാം, ചിലപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ കാണുന്നതായിരിക്കാം.
പക്ഷെ അത് ഒരു കോയിൻസിഡൻസ് പോലെ കാണുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആതിര നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാനത് വിട്ടത്. ഞാൻ പറഞ്ഞല്ലോ പണ്ടൊരു പ്രാവശ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ എന്റെ അച്ഛൻ മരിക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ സ്വപ്നം കണ്ടതാണ് എന്റെ അച്ഛൻ മരിക്കാൻ പോകുന്നത്. ആ സ്വപ്നമാണ് ശരിക്കും അച്ഛനെ മരണത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയത്. അപ്പൊ ചിലപ്പോ അതാ ഞാൻ പറഞ്ഞത്, ബോധ മനസ്സിലാണ് നമുക്ക് അറിയുന്ന അറിവുകൾ. ഉപബോധ മനസ്സ് എന്ന് പറയുന്ന എന്റെ ആത്മാവിനോട് ഞാൻ സംസാരിക്കുക, സംവദിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ഒരു ദൈവികമായ ഏതോ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ എനർജിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ അതിന് ഇന്നത്തെ സ്ഥലകാല ബോധമൊന്നുമില്ല. നമ്മുടെ മനസ്സ് നമ്മളെക്കാളും ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യും. നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഫിസിക്കൽ ബോഡി അവിടെ പോകുന്നതിന് മുമ്പാണ് നമ്മുടെ മനസ്സ് അവിടത്തേക്ക് പോകുന്നത്. അതിനേക്കാളും ഫാസ്റ്ററാണ് നമ്മുടെ ആത്മാവ് മൂവ് ചെയ്യുന്നത്. അത് ഈശ്വര സങ്കല്പവുമായും സ്പിരിച്വാലിറ്റിയായും ആത്മാവുമായിട്ടും ബ്രഹ്മമായിട്ടും വ്യത്യസ്തമായ തരത്തിലാണ് നമ്മൾ അതിനെ വിശകലനം ചെയ്ത് പഠിക്കാറുള്ളത്. എല്ലാവർക്കും എല്ലായ്പ്പോഴും അത് സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കില്ല. അല്പം ചിലർക്കൊക്കെ ചില സമയത്തൊക്കെ, ആ ചിലർക്കും എപ്പോഴും പറ്റുമെന്നും പറയാൻ പറ്റില്ല. ചില സന്ദർഭങ്ങളിൽ അത് പോസിബിളാണ്. ചിലപ്പോൾ അങ്ങനെ 100 സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടാവും, 1, 2, 3 ഓർമ്മയ്ക്കുണ്ടാവും. അതിൽ അനുഭവത്തിൽ വരുന്നത് ചിലപ്പോൾ ഈ ഒരു സംഭവമായി. അതും അൺറിലേറ്റഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. എവിടെയോ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ചിന്തകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ മനസ്സിൽ പതിയുന്ന കുറേ ചിത്രങ്ങളും കുറെ കേൾവികളും കേട്ടതും ഒക്കെ ഉണ്ട്. ഇതുവരെ എനിക്ക് അറിയാത്തതാണ് ഞാൻ കാണുന്നത് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അത് തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല. അത് ഇത് കണ്ടപ്പോഴാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് അർത്ഥം. നമ്മളെല്ലാം ഓർക്കണം എന്നില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ബസ് റൂട്ടിൽ പോകുന്ന എല്ലാ ബോർഡുകളും നിങ്ങളുടെ മനസ്സിൽ പതിയണമെന്നൊന്നുമില്ല. എല്ലാ ദിവസവും കാണുന്നുണ്ടാവും, അത് ഓർക്കണം എന്നില്ല. പക്ഷെ ഒരു ദിവസം അത് കാണുമ്പോൾ ഇതിപ്പോ പണ്ടേ കണ്ടിരുന്നല്ലോ എന്ന് ഓർമ്മ വരും. അതുപോലെയാണ് നമ്മൾ അന്ന് കണ്ടതല്ല, അതിന് മുമ്പേ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് എവിടെയോ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പണ്ട് കണ്ടതാണെന്ന് ഓർമ്മ വരുന്നത്. അതുപോലെയാണ്. ചിലപ്പോ നമ്മ കണ്ടാല് ഇതെന്താ ഞാൻ ഇങ്ങനെ കണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടാവുന്നുണ്ടാവും. പല സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നമ്മൾ റിലേറ്റ് ചെയ്യുന്നു മാത്രം. അത്രേ ഉള്ളൂ. ലോകത്തിൽ കുറെ പേര് മരിക്കുന്നില്ലേ, നമ്മൾ എല്ലാരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. നമ്മളായിട്ട് റിലേഷൻ ഉള്ളപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മളായിട്ട് റിലേഷൻ ഉള്ളപ്പോഴാണ് ഇങ്ങനൊരു സംഭവം എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതാണെന്നൊക്കെ നമുക്ക് തോന്നുന്നു. So does that mean like the dreams can basically what you say guide us towards our goals or purpose? Definitely. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെയാണ് ഡീപ്പ് ഡ്രീംസ്. അതാണ് ഡിസയർ. ആ ഡിസയർ വിൽ ഗെറ്റ് സാറ്റിസ്ഫൈഡ്. അതാണല്ലോ വിവേകാനന്ദ സ്വാമികളൊക്കെ പറഞ്ഞത്, മെഡിറ്റേറ്റ് അപ്പോൺ യുവർ ഡിസയർ ഇറ്റ് വിൽ ഹാപ്പൻ എന്ന് പറയുന്നത് പോലെ. എനിക്ക് സ്വപ്നത്തിനെ കുറിച്ചല്ല ചോദിക്കാനുള്ളത്, പക്ഷെ ഞാൻ സ്വപ്നത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പറയുകയാണ്. ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടത്, ഞാൻ കവിതയുടെ വീട്ടിലേക്ക് പോകുന്നു, എന്നിട്ട് ഇന്ന് 5 മണിക്ക് നമുക്ക് സത്സംഗം ഉണ്ട് എന്ന് കവിതയായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഇന്നലെ ഞാൻ കണ്ട സ്വപ്നം. എന്റെ ഒരു ഡൗട്ട് എന്നുള്ളത്, നമ്മുടെ ഇൻസ്റ്റിങ്സിനെ നമ്മൾ എത്രത്തോളം വാല്യൂ കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഇമോഷണലി ഒരു ഡിസിഷൻ എടുക്കും, പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ഡിസിഷൻ എടുത്ത് നമ്മളൊരു കാര്യം ചെയ്യുന്നു, പക്ഷെ പിന്നെ അതിനെ കുറിച്ച് പ്രാക്ടിക്കലി നമ്മൾ കുറച്ച് തിങ്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പൊ അങ്ങനെ ഏത് ഡിസിഷൻ ആയിരിക്കും നമ്മള് ഇമോഷണലി പെട്ടെന്ന് എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കുമോ, അതോ കുറെ പ്രാക്ടിക്കൽ തിങ്ക് ചെയ്ത് ചിലപ്പോൾ നമ്മളൊന്നും ചെയ്യില്ല, അത് ആ ഒരു സ്റ്റെപ്പ് കടന്നു പോകും. അപ്പൊ എങ്ങനെയാണ് അതിനൊരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നതാണ് എല്ലാ റിസർച്ചേഴ്സിന്റെയും റിസർച്ചിന്റെ ബേസിക്. കുറെ ആലോചിച്ച് ചിന്തിച്ചിട്ടൊന്നും അല്ല സംഭവങ്ങൾ നടക്കുക. ഇപ്പോ സാധാരണഗതിയില് സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന ചിന്തകളെ കുറിച്ചാണ് നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയാം. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നതിനെയാണ് നമ്മളൊരു ഡിസിഷൻ എന്ന് പറയാം. തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ അർത്ഥം
കുറേ ചിന്തകൾ, അതിന്റെ ഫലം, അതിന്റെ ഗുണം, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിസിഷൻ തന്നെയാണ്, ചിന്തകൾ തന്നെയാണ്, പക്ഷെ ആലോചിക്കാതെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് വരുന്ന, സ്വാഭാവികമായിട്ട് വരുന്നതാണ്. എന്നുവെച്ചാൽ ദ ഇൻസ്റ്റിങ്ക്റ്റ് കംസ് ഔട്ട് ഓഫ് ഫീലിങ്സ്, ഡിസിഷൻ കംസ് ഔട്ട് ഓഫ് ബ്രെയിൻ, ഇമോഷൻ. ഇമോഷനും ബ്രെയിനും തമ്മിലുള്ള വ്യത്യാസം. ഇൻസ്റ്റിങ്ക്റ്റ് ഇമോഷണലാണ്, ഭാവമുള്ളതാണ്. ആഗ്രഹങ്ങളുടെ ഫലമായിട്ടാണ് ഇൻസ്റ്റിങ്ക്റ്റ്സ് വരിക. അതേ സമയത്ത് ഡിസിഷൻസ് വരുന്നത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, വിവേകത്തോടുകൂടി, വിദ്യയോടുകൂടി ചിന്തിച്ച് ഉറപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്നതാണ് ശരിക്ക് ജീവിതം. ഏതാണ് നമ്മൾ പിന്നെ നടത്തേണ്ടത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ശരി, ചില കാര്യങ്ങളിൽ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുന്നതായിരിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മനസ്സ് പറഞ്ഞത് കേൾക്കണോ ബുദ്ധി പറഞ്ഞത് കേൾക്കണോ എന്ന്. അത് തന്നെ വ്യത്യസ്തമായൊരു ചോദിച്ചു എന്ന് മാത്രം. ഇവിടെ ഇപ്പൊ കവിതയുടെ അടുത്ത് പോണെങ്കിൽ അങ്ങോട്ട് പോണം. അതിനിപ്പത്ത് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താണ്? എന്താ ആലോചിക്കുന്നത്? ഈ കാശൊക്കെ മുടക്കിയിട്ട് അവിടെ പോയിട്ട് കവിതയുടെ അടുത്ത് പോയിട്ട് വലിയ കാര്യമുണ്ടോ? കവിത എനിക്ക് വല്ല ജോലിയും തരാൻ പോകുന്നുണ്ടോ? കവിത എനിക്ക് കാശ് തരുമോ? കവിതയുടെ വീട്ടിൽ 5 സ്റ്റാർ ലൈഫാണോ? എൻ്റെ വീട്ടിലാണോ ഫെസിലിറ്റി കൂടുതൽ അവിടെയാണോ? ഇനി അവിടെ പോകുന്ന സമയത്ത് കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാം? റോഡ് പൊട്ടിക്കിടക്കാണ്, അതുകൊണ്ട് ഇപ്പൊ പോകുന്നില്ല എന്ന് പറയാണ് ഭേദം. ആഗ്രഹം ഉണ്ടെന്നൊക്കെ കുറെ പ്രാവശ്യം കവിതയോട് പറഞ്ഞാൽ കവിതയുടെ സ്നേഹം പിടിച്ചെടുക്കാം. പക്ഷെ ചെലവാക്കിയിട്ടൊന്നും ഞാൻ പോണില്ല ഇപ്പം. ഇങ്ങനെ എന്തൊക്കെ പറയാം. അപ്പൊ ഇത് ബുദ്ധിയുടെ ചിന്തയാണ്, പോണോ വേണ്ടയോ അല്ലെ? ആ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളത്, ആലോചിച്ച അപ്പ പോകുന്നതാണ് സ്വാഭാവികം. പക്ഷെ അങ്ങനെ ആരും പണി ചെയ്യാറില്ല. അപ്പൊ ബുദ്ധി ഉപയോഗിച്ചിട്ട് ബുദ്ധി പറയും, ഇപ്പൊ വേണ്ടടോ നാളെ പോവാം. അത് മടിയന്മാരുടെ ലക്ഷണവും കൂടിയാണ്. അതിന് പല കാര്യങ്ങളുണ്ട്, പല പ്രതിബന്ധങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ വരുമ്പോൾ നമ്മൾ ബ്ലൈൻഡ് ആണ്. ബുദ്ധി ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചും കൂടി 360 ഡിഗ്രി അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ചൊക്കെ ആലോചിച്ച് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിക്കും. നമുക്ക് പറ്റുന്നതാണോ അല്ലയോ എന്നൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. അതേ സമയത്ത് വീട്ടിന് തൊട്ടടുത്താണ് എന്ന് വിചാരിക്കും, ഇത്രയൊന്നും ആലോചിക്കണ്ട. മതിലിന്റെ നേരെ അപ്പുറത്തുള്ള ഒരാളെ കാരണം ഇത്രയൊക്കെ ആലോചിക്കണം. ആ ദൂരം എന്നുള്ള സങ്കല്പങ്ങളൊക്കെ ഫീലിങ്സിനില്ല. ആഗ്രഹം ഉണ്ടാവും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളടുത്ത് പോയി അവരുടെ കൂടെ കുറെ സമയം ചെലവഴിക്കണം ആഗ്രഹം ഉണ്ടാവും. പക്ഷെ സാധിക്കില്ല. എന്താ ചെയ്യാം? വ്യത്യസ്തമായ ആരോഗ്യകരമായിട്ട് പറ്റില്ല. എന്താ ചെയ്യാം? പോണമെന്ന് ആഗ്രഹമുണ്ട്, വിസ കിട്ടിയിട്ടില്ല, എന്താ ചെയ്യാം? ഓരോ സ്ഥലത്തിനും ഓരോ വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ചെയ്യാൻ പറ്റാത്തതിനും ചെയ്യാൻ പറ്റുന്നതിനൊക്കെ വ്യത്യസ്തമായ കാരണങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നതും ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതും സ്വാഭാവികമായിട്ട് നടക്കുന്നതും മനസ്സും ഒക്കെ റിലേറ്റഡ് ആണ്. പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാണ് ബാക്കി സംഭവങ്ങളൊക്കെ. നമുക്ക് ചെയ്യണോ ചെയ്യണ്ടയോ, ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിക്കുന്ന സംഭവങ്ങൾ. ഇപ്പൊ ഇൻസ്റ്റിങ്ക്റ്റ് ചിലപ്പം ഫലത്തിൽ ഫലിക്കണം എന്നില്ല. ഫലപ്രാപ്തിയിൽ എത്തുന്നത് ഇൻസ്റ്റിങ്ക്റ്റ് ആവണമെന്നില്ല, നടക്കണമെന്നില്ല. കുറെ ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കേണ്ടി വരും. എളുപ്പത്തിൽ എല്ലാ സംഭവവും ചെയ്യാൻ സാധിക്കില്ല പലർക്കും. ചിലർക്കത് എളുപ്പത്തിൽ സംഭവിക്കും, അവർക്ക് അതിനുള്ള വേറെ അബൌട്ട്സ് ഉണ്ട്, അപ്പൊ കുഴപ്പമില്ല. അത് ഓരോരാളുടെ, അത് ഒന്നുകിൽ ഫിസിക്കലായിട്ടുള്ള കുഴപ്പമാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് സ്വഭാവമാവാം, അല്ലെങ്കിൽ പരിമിതികളാവാം. ഇതൊക്കെ ഉണ്ടാവും. കെട്ടുപാടുകൾ ഉണ്ടാവും. പോണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സുനിതക്ക് പോകാൻ പറ്റില്ല. വീട്ടിലെ സിറ്റുവേഷൻസ് അതിന് പെർമിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഇതൊക്കെ കാരണങ്ങളാവാം. റോൾ ഇതിന്റെ ഒരു ഭാഗമാണ്, ഗോൾ അതിന്റെ ഒരു ഭാഗമാണ്, എൻവറോൺമെന്റ് അതിന്റെ ഒരു ഭാഗമാണ്. ഞാൻ പലപ്പോഴും പറയാറില്ലേ, റോൾ, ഗോൾ, വാല്യൂ ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നതിന് തുല്യമാണ് പ്രാവർത്തികമാവുകയോ ഇല്ലയോ എന്നുള്ളത്. കവിത എന്തോ പറഞ്ഞു? അത് നമ്മളിപ്പം ഇത് നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ കാണുന്നത് ആ സ്വപ്നങ്ങള് ഉറങ്ങി കിടക്കുമ്പോൾ. അപ്പൊ നമ്മൾ ഈ പകല് പിന്നെ നമ്മൾ പണിയെടുത്തുകൊടുക്കുമ്പോഴൊക്കെ നമ്മളിപ്പോ സത്സംഗിലെ ആൾക്കാരാണെങ്കിൽ അവരെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ജ്ഞാനത്തിൽ ഞാൻ പോകുന്നത്, അതൊക്കെ ഞാൻ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല. ഉണർന്നിരിക്കും ഞാൻ മഴയത്തിന്റെ ജ്ഞാനത്തിൽ പോയതായി കാണുന്നത്. അത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിലോട്ട് ഇങ്ങനെ വരുന്നതാ.
അപ്പൊ മാവ് പൂത്തതും മാങ്ങ വീണിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുന്നത് അത് ശരിക്കും ദിവാസ്വപ്നം എന്ന് പറയുന്നത് അതാണോ അല്ലാതെ ചിന്തയാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വപ്നം കാണുന്നത് ഉറങ്ങിക്കിടക്കുമ്പോഴാണെന്ന് പറയുന്നത് തെറ്റാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തി, സുഷുപ്തിയാണ് പൂർണ്ണ നിദ്ര. അപ്പോ ഉറങ്ങിക്കിടക്കുമ്പോ സ്വപ്നം കാണുന്നില്ല. ഉറക്കത്തിനും ഉണർങ്ങിക്കിടക്കുന്നതിനും ഇടയിലുള്ള സമയത്തിലാണ് ഈ സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. നമ്മൾ ഡെയിലി ജോലി ചെയ്യുമ്പോഴും ഉണർന്നിരിക്കുന്നു എന്നുള്ള, ഇപ്പൊ നേരത്തെ ഉറങ്ങിക്കിടക്കുമ്പോ കാണുന്നു എന്ന് പറഞ്ഞത് തെറ്റാന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണർന്നിരിക്കുമ്പോ എന്ന് പറയുന്നതും തെറ്റാണ്. അതിൽ ഉണർന്നിരിക്കുമ്പോ മനസ്സും ബുദ്ധിയൊന്നും അത്ര ഉണർന്നിരിക്കുന്നില്ല, ഒരു പാതി മൂഡിലാണ്. അല്ലാണ്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ആലോചിച്ച് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴാ വേറെ എന്തെങ്കിലും കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ വെറുതെ ഇരിക്കുന്നു, ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്തൊക്കെയോ കാണും. വളരെ കാഷ്വൽ ആയിട്ടാണ് പണി ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധി പൂർണ്ണമായിട്ടും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഞാൻ സീരിയസ് ആയിട്ട് മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് എന്താ പറയാ? ഇവിടെ ശ്രദ്ധയില്ല എന്നല്ലേ പറയാ. ആ ശ്രദ്ധയില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം? എന്റെ മനസ്സും ബുദ്ധിയും ഒന്നും ഇവിടെ അല്ല എന്നാണ്. അപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ മനസ്സും ബുദ്ധിയും അവിടെയൊന്നും അല്ല. കാരണം അത്രയൊന്നും മനസ്സും ബുദ്ധിയും ഉപയോഗിക്കേണ്ട പണിയല്ല ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടാണ്. മനസ്സും ബുദ്ധിയും ഉപയോഗിക്കേണ്ട പണിയാണ്. അത് ദോശ ഇടുന്ന സമയത്തായാലും അല്ലെങ്കിൽ എന്ത് പണി ചെയ്യുമ്പോഴായാലും അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ മനസ്സും ബുദ്ധി ഇവിടെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും സ്വപ്നം കണ്ടുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ കുട്ടിക്കാലത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാല്, അപ്പൊ പണ്ടൊക്കെ കിണറിൽ നമ്മൾ കപ്പിയിട്ട് ഇങ്ങനെ പോരുന്ന നല്ലോണം അങ്ങനത്തെ കിണർ. അപ്പൊ അമ്മ വെള്ളം കോരാൻ പറഞ്ഞിട്ട് വിട്ടു കഴിഞ്ഞാൽ ഈ വെള്ളം ഈ കപ്പി അങ്ങോട്ട് പാനി അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. ആ വെള്ളം മുങ്ങിയാലും കോരൂല. കുറേ സമയം കഴിഞ്ഞ് അമ്മ വിളിക്കുമ്പോഴാണ് ഇത് മെല്ലെ കോരിട്ട് വരുന്നത്. അപ്പൊ അത്രയും സമയം അതൊക്കെ ഇപ്പൊ അതിന് നമ്മള് സാധാരണ വാക്ക് പറയുമ്പോ പറയാനുള്ള ആബ്സെന്റ് മൈൻഡഡ് എന്നാണ്. അപ്പൊ അത് ചില സമയത്ത് അത് പണ്ട്. പക്ഷെ ഇപ്പൊ എന്ത് പണിയെടുക്കുമ്പോഴിപ്പം നമ്മുടെ സത്സംഗീത അവരെ വിളിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ശ്രീജ വിളിച്ചു, ശ്രീജ ചെറുതായ പിള്ളേർ. അതിന് മുന്നൊക്കെ ഞാൻ അവരെ കുറിച്ച്. അതൊരു സ്വഭാവമാണ്. ഞാൻ പറഞ്ഞില്ല, അതൊരു സ്വഭാവമാണ്. ആ ഒരു അവസ്ഥയിലുള്ള ആള് എപ്പോഴും അതേ അവസ്ഥയിൽ പലതരത്തില് പല വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും ഓരോ ലെവലില് ആ സമയത്ത് ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിന്തിക്കുക. വിളിക്കുകയും ചെയ്തു, അതെ, അവരെന്നെ വിളിക്കുകയും ചെയ്തിരുന്നല്ലേ. അങ്ങനത്തെ എല്ലാ അനുഭവം. സ്വപ്നമല്ല, ജീവിച്ചു നടന്നുകൊണ്ടിരിക്കുമ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും സീരിയസ് അല്ലാത്ത എന്ത് പണി ചെയ്യുമ്പോഴും നമ്മളെ ചിന്ത. അതെ, സീരിയസ് അല്ലാത്ത എന്ത് പണിയും. അതുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള പണി ചെയ്യാം. അതാണ് ഇതിൽ നിന്ന് ഒഴിവാവണമെങ്കിൽ മാർഗം.